നമ്മൾ താങ്കളുടെ ബോഡി ഓഫ് വർക്ക് എടുത്ത് നോക്കുമ്പോൾ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ജോജൂട്ടി കെയർ ഓഫ് ജോജൂട്ടി, ദേവാസുരം, നരസിംഹം, അങ്ങനെ ഒരു ബോക്സിൽ കൃത്യമായി ബോക്സ് ചെയ്യാൻ പറ്റാത്തൊരു ഡയറക്ടറാണ് താങ്കൾ. അതൊരു കോൺഷ്യസ് ഡിസിഷനാണോ? അല്ല, ഇന്ന് ഇങ്ങനെയൊരു തീരുമാനം എടുക്കും, നാളെ ഇങ്ങനെയൊരു തീരുമാനം, അതൊന്നുമല്ല. ഓരോന്നും സംഭവിക്കുന്നു ഓരോ കാലത്ത്. ഇപ്പം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഞാനൊരു ആശയം പറയുന്നു, അത് അയാൾക്ക് ഇഷ്ടമാവുന്നു, അയാൾക്ക് വേണ്ടി ഇത് എഴുതുന്നു. മറ്റൊരാളോട് അയാളുടെ ടേസ്റ്റ് മനസ്സിലാക്കിയായിരിക്കും ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സാധനം ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ ഇതാണിത് മടുക്കുമ്പോഴാണ് നമ്മൾ സംവിധാനം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു കൃത്യമായ നിലപാടും തീരുമാനമൊന്നും. എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അതിനിപ്പോൾ നാളെ സ്റ്റാർസിൻ്റെ ഡേറ്റ് ആണെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റാർസ് വേണ്ട, ഞാൻ പടം ചെയ്യുന്നില്ല. ഞാൻ ഡയറക്ടർ എന്നുള്ള നിലയിലും ഇതേ ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും താങ്കളുടെ ബോഡി ഓഫ് വർക്കിൽ. അല്ല, ഞാൻ കയ്യൊപ്പം ചെയ്തിട്ടുണ്ട്, പ്രാഞ്ചിയും ചെയ്തിട്ടുണ്ട്. അതൊന്നും എവിടെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അതിനെനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സുഹൃത്ത് ശ്യാം പ്രസാദ് പറഞ്ഞ എന്നോടുള്ള അസൂയ എനിക്കതാണ്. അതെ, പലരും അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബോക്സ് ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളൊരു കാര്യം, അതൊരു വലിയ കാര്യമാണ്. ഒരു ക്രിയേറ്റീവ് പേഴ്സണെ അങ്ങനെ ചെയ്യുന്നവർക്കുണ്ടായിട്ടുള്ള പരാജയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കിട്ടിയില്ല. എൻ്റെ അടുത്ത് ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷകളുടെ ഭാരമില്ല, ഇല്ല, ഒന്നും ആലഭാരങ്ങളില്ല. ഇപ്പോൾ സുധാര ചോദിച്ചതിൽ തന്നെ നിങ്ങളുടെ കരിയർ തുടങ്ങുമ്പോൾ 36 വർഷത്തിലെ ഒരു പാരബോള പോലെയാണ്. ഇപ്പോൾ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഇപ്പോൾ നഗരങ്ങളിൽ ചെന്ന രാപാർക്കവും ജോർജ് കുട്ടിയോ അല്ലെങ്കിൽ പ്രാദേശിക വാർത്തകൾ, അത്തരം സിനിമകളിൽ നിന്ന് തുടങ്ങിയിട്ട് ദേവാസുരം, നരസിംഹം, അങ്ങനെ ഭീകരമായ മീശ വിരിക്കുന്ന സിനിമ, എന്നിട്ട് വീണ്ടും ഇന്ത്യൻ റുപ്പിയിലും തിരക്കഥയിലും അങ്ങനെ തിരിച്ചു വരുന്നത്, സ്പിരിറ്റിലും ഒക്കെ ആയിട്ട്. ഏത് പീരീഡാണ് താങ്കൾ ശരിക്കും താങ്കളുടെ എന്തെങ്കിലും റിക്വയർമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത്? കാരണം ഒരു ഫിലിം മേക്കർ ആകുമ്പോൾ സ്വയം നവീകരിക്കുന്ന ഒരു പ്രോസസ്സ് കൂടെ ഇതിൽ സംഭവിക്കുന്നുണ്ടല്ലോ, സ്വയം അഡ്വാൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഞാൻ ഈ ദേവാസുരം കഴിഞ്ഞിട്ട് അടുത്ത എഴുതിയ സിനിമയെ ആൾക്കാർ ബോധപൂർവ്വം മറന്നുകളയാണ്. അത് മായാമയൂരമാണ്, ബോധപൂർവ്വം മറന്നുകളയാണ്. എളുപ്പമാണ് അപ്പോൾ ബോക്സ് ചെയ്യാനായിട്ട്. ഞാനതിൻ്റെ എനിക്ക് അടുത്ത ദേവാസുരം ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ല. സിബിയാണ് അതിൻ്റെ സംവിധായകൻ. പിന്നെ സാമ്പത്തിക ആവശ്യങ്ങൾ വന്നപ്പോൾ വീണ്ടും ആൾക്കാർ വന്നു. അപ്പോൾ നമ്മൾ നരസിംഹവും ആറാധപുരാനും വലിയിട്ടൊക്കെ ചെയ്ത് കാശ് കിട്ടി. എന്തിനാണ് ദരിദ്രനായിട്ട് ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് ഭാരമാവുന്നത്? അതിനിടയ്ക്ക് വിവാഹം കഴിച്ച് കുട്ടികളായി, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ സിനിമ ചെയ്യാതെ ഇരിക്കാം, വീട്ടിൽ പട്ടിണിയൊന്നുമില്ല എന്നുള്ള അവസ്ഥയാകുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കും. എന്തെങ്കിലും കാശിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ അറിയും. എന്നെക്കുറിച്ചും രഞ്ജിമണിയെക്കുറിച്ചും മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 മുക്കുവന്മാരാണ്. തീരെ നിവൃത്തിയില്ലാതാകുമ്പോഴാണ് കടലിലേക്ക് ഇറങ്ങിയത്. എന്നിട്ട് വള്ളം നിറയെ മീൻ കൊണ്ട് വന്നാൽ പിന്നെ മടിയന്മാർ അനങ്ങിയില്ല അവിടെ നിന്ന്. അത്രേ. അതിലൂടെ എനിക്ക് പറയാൻ ഡിഫറെൻ്റ് ആയിട്ടൊരു വിഷയം ഉണ്ടെങ്കിൽ പറയാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് നാളെ പ്രൊഡ്യൂസ് ചെയ്യാം, എനിക്കാരുടെ കടം വാങ്ങിക്കാം. മോഹൻലാലിനെ രഞ്ജിത്താണ് മീശ പിരിപ്പിച്ചതെന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷെ ആക്ച്വലി അതല്ല. അതിന് മുന്നേ മോഹൻലാൽ ഒരുപാട് മീശ വിവരമില്ലാത്ത ആൾക്കാർ, രാജാവിൻ്റെ മകനൊക്കെ. അതെ, പിന്നെ എന്തുകൊണ്ടായിരിക്കും രഞ്ജിത്ത് മീശ പിരിച്ചു എന്നുള്ളൊരു ആരോപണം? എന്നെ കയറി ചൊറിയുക എന്നുള്ളതും എൻ്റെ അടുത്ത് എന്തെങ്കിലും കേൾക്കുക എന്നുള്ളത് ഇഷ്ടമായതുകൊണ്ടായിരിക്കും. മോഹൻലാലിന് ഒരു മാസ് ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് മമ്മൂക്കിക്ക് കുറച്ചുകൂടെ ഒരു ഡെപ്തുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അല്ലെന്നേ. ഇതിപ്പം നമ്മളൊരു കഥ ആലോചിച്ച് അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഒരു മുഖം തെളിയും. ഇപ്പോൾ പ്രാഞ്ചി ചെയ്യുമ്പോൾ എനിക്ക് ലാലിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. പാലേരി മണിക്കൻ ചെയ്യുമ്പോൾ ഞാൻ ലാലിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ സ്പിരിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മമ്മൂക്കയെ ചിന്തിക്കാൻ പറ്റില്ല, എനിക്ക് ലാലിനെ ചിന്തിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. പ്രാഞ്ചിയിൽ മമ്മൂട്ടി ആക്സിഡന്റലി വരുന്നതല്ലേ താങ്കൾ തന്നെ അത് ഇവിടെ പറയുക? അല്ല, അത് പാലേരിയില്ല. പാലേരിയിലാണോ? അതായത് പുള്ളി ഇങ്ങോട്ട് ചോദിച്ചാണ്. അതെ അതെ അതെ.
ഞാൻ കോഴിക്കോട്ടെ നാടക പ്രവർത്തകരുടെ ഒരു ക്യാമ്പ് നടത്തിയിട്ട് മുഴുവൻ പുതുമുഖങ്ങളെന്ന് ആഗ്രഹിച്ചൊരു പ്രോജക്റ്റില്ല. പുള്ളി വിവരം പറഞ്ഞിട്ട് എന്താണ് നാടകക്കാരായിട്ട് ഇങ്ങനെ എനിക്ക് റോളില്ല, ഞാൻ നിങ്ങളെ താങ്ങാൻ പറ്റില്ല, ബഡ്ജറ്റൊന്നും ഇല്ല. പുള്ളി പറഞ്ഞു എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ ഈ പാലേരിയിലെ റോള് അത് എന്തിന് റെഫറൻസ് ഉണ്ടോ? ആ നോവൽ തന്നെയല്ലേ റെഫറൻസ്? അതല്ല, കുറച്ചൊരു ക്യാരക്ടറൈസേഷൻ വരുമ്പോഴത്തേക്കും സാർ എവിടെയെങ്കിലും നമ്മളൊരു ഒരു ബ്രേക്കിംഗ് ദ സ്റ്റീരിയോ ടൈപ്പ് ആയിരുന്നു ഒരു ക്യാരക്ടർ, നമ്മൾ അതുവരെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഇതല്ലാതെ. നോവൽ വായിച്ചിട്ടില്ലേ? അതെ, നോവലിൽ വ്യക്തമായി രാജീവൻ എന്താണോ എഴുതിയത് അത് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ഒന്ന് അത് മാത്രം മതി. നല്ല മെറ്റീരിയലാണ് നോവൽ. ഈ നോവലുകൾ സിനിമകളാക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ണിയാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ലീല ആക്കേണ്ടിയിരുന്നില്ലെന്ന്. അപ്പം അതിനെ സാർ എന്താ പറയുക? ലീലയാക്കണം എന്ന് അയാളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു തനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമോ, ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. അയാൾ എഴുതി. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ വേണ്ടിയിരുന്നില്ല? ഏയ്, എനിക്ക് പ്രിയപ്പെട്ട സിനിമകളൊന്നാണ്. ഏതെങ്കിലും സിനിമ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു? ഒരു സാമ്പത്തിക വിജയം മാത്രം ലക്ഷ്യമിട്ട് ഇറങ്ങി തിരിച്ചിട്ട് അത് പൊട്ടിപ്പോകുന്നതുണ്ടല്ലോ, അവിടെ തോന്നാറുണ്ട്. അല്ലാതെ കയ്യൊപ്പ് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടോ അതൊന്നും നമ്മുടെ മാത്രം പ്രശ്നം. മറ്റുള്ളവരുടെ പണം മുടക്കിയിട്ടേ അതുകൊണ്ടുള്ള അവരോടുള്ള ഒരു ലയബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അതുകൊണ്ട് തോന്നിയെന്ന്, അല്ലാതെ ഒരു ഫിലിം മേക്കർ എന്നതിലേക്ക് അല്ല. അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഫിലിം മേക്കർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. കാരണം അയാളുടെ ലക്ഷ്യം കൃത്യമായി പറയുകയും അതിന് ഓക്കെ പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു ബാധ്യതയില്ലേ, സാധിക്കാതെ വരുമ്പോൾ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മീശ പിരിക്കുന്നതല്ലെങ്കിലും ഒരുപാട് ആൽഫ മെയിൽ ക്യാരക്ടേഴ്സ്, ലീഡ് ക്യാരക്ടേഴ്സിന് താങ്കളുടെ സിനിമയിലൂടെ വന്നിട്ടുണ്ട്. ഈ സോ കോൾഡ് ആൽഫ മെയിൽ ലീഡ് റോൾസിൻ്റെ ഒരു കാലം കഴിഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. ഓരോ കാലത്ത് ഓരോ രീതിയിലാണ് സിനിമയിലെ കഥാപാത്രങ്ങളുണ്ടാവുന്നത് അല്ലേ? ഈ ആൽഫ മെയിൽ എന്നൊക്കെ പറയുന്നത് ഞാൻ വളർന്ന സാഹചര്യമായിരിക്കാം. ഞാൻ കുട്ടിക്കാലത്ത് തൊട്ട് കാണുന്ന എൻ്റെ അമ്മാവന്മാർ, ബന്ധുക്കൾ, ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? അവരിലൊക്കെ ഈ ഭയങ്കര താൻ പോരിമ കാണിക്കുന്ന പുരുഷന്മാരെ കണ്ടാണ് ഞാൻ വളർന്നത്. വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന അമ്മമാരും. അപ്പം എൻ്റെ അച്ഛനൊക്കെ അതിൽ ഡിഫറൻ്റായ മനുഷ്യനായിരുന്നു. പക്ഷേ ഒരുപാട് ബന്ധുജനങ്ങളിൽ പലരും ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവരൊക്കെയാണ്. അതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അതൊരു ഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവാം, പിന്നെ അത് വിട്ടിട്ടുണ്ടാവാം. ഇതേ താൻപോരിമയുള്ള പുരുഷനാണ് രഞ്ജിത്ത്. അത് എൻ്റെ കൂടെ ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ള ആൾക്കാർക്ക് പറയാവുന്നൊരു ഉത്തരം, ഞാനല്ലല്ലോ പറയാം. കൂടെ കിടക്കുന്നതല്ലേ രാപ്പനി അറിയില്ല. അതുപോലെ നമ്മൾ സിനിമയിലെ സ്ത്രീ പുരുഷ കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാൽ പുരുഷ കഥാപാത്രങ്ങൾ ഇന്നത്തെ ആണെങ്കിൽ പോലും മേ ബി നമുക്ക് അവരെ 90s-ലോ 80s-ലോ 2000s-ലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇന്നത്തെ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ നോക്കിയാൽ അവരൊരുപാട് മുന്നോട്ട് പോയി എന്ന് തന്നെ പറയും. ഒരു ട്രാൻസ്ഫോർമേഷൻ സ്ത്രീ കഥാപാത്രങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് നമ്മളിപ്പോൾ ഒരു റേപ്പ് ചെയ്യപ്പെട്ടാൽ ആത്മഹത്യ ചെയ്യുന്ന നായികമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പൊസിഷനിൽ നിന്ന് ഇപ്പോൾ എന്താ സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു ഹീറോയിനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അത്രയെങ്കിലും ഒരു മുന്നോട്ട് പോക്ക് വന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ നിങ്ങൾ വലിയ വിശാല അടിസ്ഥാനത്തിൽ നടത്തുന്ന ഡിബേറ്റാണ്. ഒരു പെണ്ണിൻ്റെ കഥ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ സത്യൻ്റെ കഥാപാത്രം റേപ്പ് ചെയ്യുന്ന ഷീലയുടെ കഥാപാത്രം തിരിച്ചു വന്ന് റിവെഞ്ച് ചെയ്യുന്നതാണ് സിനിമ. ഏത് കാലത്തിലെ സ്ത്രീ? 60-കളിൽ. അന്നും ഉണ്ടായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളും. അനുഭവങ്ങൾ പാളിച്ചകളെടുത്താൽ അതിലെ രണ്ട് പുരുഷന്മാർക്കും അവരുടേതായ ബ്ലാക്കും വൈറ്റും ഉണ്ട് അവരുടെ ജീവിതത്തിൽ, സ്ത്രീക്കും ഉണ്ട്. അപ്പം ഈ കാലം ആ കാലം അങ്ങനെ അടച്ച് നമുക്ക് വാതിൽ കൊട്ടിയടയ്ക്കാനൊന്നും പറ്റില്ല. വലിയ വിപ്ലവ സ്വഭാവമുള്ള ആശയങ്ങൾ അന്നും സിനിമയായിട്ടുണ്ട്. അത് ഇപ്പോൾ KS സേതുമാധവൻ എന്ന് പറയുന്ന സംവിധായകന് അങ്ങേർക്കുണ്ടായിരുന്നൊരു ഫ്രീഡം. പുള്ളി നോവലുകൾ കൃത്യമായി വായിച്ച് അതിൽ നിന്നും സിനിമയുടെ വിഷയം കണ്ടെത്തുകയും സമാന മനസ്കരായ ആളുകളോട് സംസാരിച്ചിട്ട്
തിരക്കഥാകൃത്തുക്കളെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അങ്ങനെ പലരും ഈ ശശി ആദ്യകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത് മുഴുവൻ അയാളുടെ വളരെ പേഴ്സണലായിട്ടുള്ള സിനിമകൾ. നേരത്തെ പറഞ്ഞതില്, അതായത് അങ്കിളിനെ പറഞ്ഞു എനിക്ക് എന്താ സിനിമ ചെയ്യണമെന്ന് തോന്നുമ്പോൾ സിനിമ ചെയ്യുന്നു, കാശിന് ആവശ്യം വരുമ്പോൾ ചെയ്യുന്നു. നമ്മൾ ഈ പറയുന്നത് പോലെ താങ്കളാണ് ഫിലിം മേക്കർ, ഞാൻ അല്ലാതെ കൂട്ടുകൂടെ ചോദിക്കുന്നത്. അത്ര നിസ്സാരമാണോ, അത്ര എളുപ്പമാണോ? ഇതൊരു പ്രോഡക്റ്റാണ്, പക്ഷെ അതിനൊപ്പം ഇതൊരു ക്രിയേറ്റീവായ പ്രോഡക്റ്റ് അല്ലേ? ഇതിലൊരു സർഗാത്മകതയുണ്ട്. അപ്പോൾ അത്രയും എന്താ നിസ്സാരമായിട്ട് എനിക്ക് ആവശ്യം വന്നു അതുകൊണ്ട് ചെയ്യുന്നു എന്ന മട്ടിൽ ഇതിനെ കാണാനാകും. അല്ല, ഞാൻ പറഞ്ഞ നിങ്ങൾ ആ അർത്ഥത്തിൽ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയും ചെയ്തിട്ടുണ്ട്, അല്ലാതെയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ മമ്മൂട്ടിയും ഖുഷ്ബുവിനെയും വിളിച്ച് കയ്യൊപ്പ് ചെയ്യും ഈ പറയുന്ന സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. എൻ്റെ പ്രൊഡക്ഷനാണ്, എനിക്ക് ആരും റെമ്യൂണറേഷൻ തരാനില്ല. മമ്മൂട്ടി ആ സിനിമയിൽ റെമ്യൂണറേഷൻ വാങ്ങിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ, സർഗാത്മകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗം തന്നെയാണ്. സർഗാത്മകതയുടെ ഭാഗം തന്നെയാണ് നമ്മളുടെ തിരഞ്ഞെടുപ്പ്. ഞാൻ എന്തുകൊണ്ട് കുറച്ചായിട്ട് സിനിമ ചെയ്യുന്നില്ല? എനിക്ക് ഈ വിഷയം സിനിമയാക്കിയേ പറ്റുള്ളൂ എന്ന് അതെന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഞാൻ സിനിമ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ ഇതിങ്ങനെ ഒരു ഓഫീസ് തുറന്നു വെച്ചിട്ട് എല്ലാ മാസവും സിനിമ അങ്ങനെയില്ല എന്നേ പറഞ്ഞുള്ളൂ. അതാണ് സ്വാതന്ത്ര്യം. നിങ്ങൾ കഴിഞ്ഞ 3 മാസമായി സിനിമ ചെയ്തിട്ടില്ല, 3 വർഷമായി എന്നാലും ചോദിക്കാനില്ലാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഡയറക്ടർ എന്നല്ലേ? അതെ.